ഹലോ ഗൈസ്, എൻ്റെ വീഡിയോ വരാതിരിക്കുമ്പോഴേ എനിക്ക് മെസ്സേജ് അയക്കുന്ന വിരലെണ്ണാവുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോ കാണാതായപ്പോൾ എന്താണ് ബ്രോ വീഡിയോ ഒന്നും വരാത്ത, വരെയൊക്കെ നിർത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആർട്ട് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ആർട്ട് ബ്ലോക്കോ? അതെന്താ? അതെ, ആർട്ട് ബ്ലോക്ക്, വരയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതിന് മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായെന്നല്ലേ. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു സ്ട്രേഞ്ചർക്ക് ആളറിയാതെ ആളുടെ ഫോട്ടോ വരച്ചിട്ട് ആളുടെ കയ്യിൽ കൊടുത്തു. പക്ഷെ ആളുടെ റിയാക്ഷൻ ഞാൻ ചിരിച്ച് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഷെയ്ക്കാനൊക്കെ തരുമെന്ന് വിചാരിച്ചു. പക്ഷേ ആളിത് ഫോട്ടോ കണ്ട പാടെ രണ്ട് തെറി ടിം ടിം ടിം. ഞാൻ ആകെ ഷോക്കായി പോയി. തെറിയൊന്നും കുഴപ്പമില്ല, ഇതിന് മുന്നേ തെറിയായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെയല്ല, നമ്മൾ ഫോട്ടോ വരച്ചു കൊടുത്തിട്ട് അത് മൈൻഡ് ചെയ്യാതെ ഫോട്ടോ വാങ്ങിപ്പോയ ആളുകളുണ്ട്. എന്തിനാണ് എൻ്റെ ഫോട്ടോ വരച്ചതെന്ന് ചോദിച്ചിട്ട് വാങ്ങിപ്പോയ ആൾക്കാരുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ നല്ല സീനായിട്ട് തെറി വിളിച്ചത് പോട്ടെ, ആ ഫോട്ടോ ചീന്തി കളഞ്ഞു പോയി. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഫോട്ടോ ചീന്തി കളഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്താ പറയുക, പിന്നെ വരയ്ക്കാനിരുന്ന് കഴിഞ്ഞാൽ ആ ആളുടെ മുഖം വരിക മനസ്സിൽ, ആൾ പറയുന്ന തെറി, ആ ഫോട്ടോ ചീന്തി കളഞ്ഞതൊക്കെ അങ്ങനെ മനസ്സിൽ വരിക. വരയ്ക്കാനിരുന്നാൽ ശരിയാവണില്ല, വരയ്ക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് ശോകമായിരുന്നു. അല്ല, അവരെയും പറയാൻ പറ്റില്ല, ചിലപ്പോൾ മനുഷ്യരാണ്, എന്താണ് സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നതെന്ന് നമുക്ക്. ഞാനിപ്പോൾ ഈ ഫോട്ടോ വരയ്ക്കാൻ പോയപ്പോൾ ചിലപ്പോൾ ആൾ വേറെ എന്തെങ്കിലും മൂഡ് ഓഫിലോ എന്തെങ്കിലും ഇരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തെറി പറഞ്ഞതും അത് കാര്യങ്ങളൊക്കെ ഓക്കെ, ആളുടെ ചിലപ്പോൾ സമ്മതമില്ലാതെ വരച്ചതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഫോട്ടോ ചീന്തി കളഞ്ഞത്, ഞാൻ അത്രയും കുറച്ച് നേരം ടൈം എടുത്ത് ഇരുന്ന് വരച്ചത്, ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. ആൾ ഇത് പറഞ്ഞ പാടെ തന്നെ ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തു. അല്ല, ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ഒരാൾക്ക് ചിത്രം അവരറിയാതെ വരച്ചു കൊടുക്കുമ്പോൾ അവരെ ഭാഗത്തുനിന്ന് ചിരി മാത്രം പ്രതീക്ഷിക്കരുത്. ഇങ്ങനെയുള്ള റിയാക്ഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഡിപ്രഷൻ അടിച്ച് ആർട്ട് ബ്ലോക്കായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ വർക്കും നടക്കില്ല, വീഡിയോസും വരില്ല, ഒന്നും വരില്ല. നമ്മൾ വീണ്ടും താഴോട്ട് പോകും. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി വരയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് വരും, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം.